ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോണൈഡിസ് 2.0. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പഠിക്കുന്ന ടൂല് കോയിലൽ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലൽ ഓറിയൻറ്റേഷൻ ഓഫ് ദ ലാസ്റ്റ് സിമ്പിൾ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്ന കോർണർ ഓറിയൻറ്റേഷനിലെ കോർണർ സോൾവ് ചെയ്യുന്നില്ല 7 അൽഗോരിതംസ് ആണ്. ടോട്ടൽ 10 അൽഗോരിതംസ് ഉണ്ട് ടൂല് കോയിലിൽ. ഓയിലിലാണെങ്കിൽ 57ഉം ടൂലുക്കാണെങ്കിൽ 10 ഉണ്ട്. പക്ഷേ നമുക്ക് കോർണർ ഓറിയൻറ്റേഷനിലെ 7 അൽഗോരിതംസ് പഠിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് കേസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസിൻ്റെ പേര് സൂൺ കേസ് എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂൺ കേസ് എന്താണെന്ന്. നമ്മൾക്ക് സോൾവ് ആവേണ്ട കോർണേഴ്സ് എല്ലാം യെല്ലോ കോർണേഴ്സ് എല്ലാം നമ്മുടെ ഫേസിലായിട്ട് ഇരിക്കും. അപ്പം ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫിഷിൻ്റെ ഹെഡ്, ഫിഷ് ഷേപ്പിലാണ് ഫിഷിൻ്റെ ഹെഡ് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ അൽഗോരിതം ചെയ്യുക L L prime U L prime. അപ്പം ഫുൾ സൈ. അപ്പം നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് കേസിൻ്റെ പേര് ആൻറ്റി സോൺ എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഫിഷ് ടൈപ്പിലെ സെക്കൻഡ് കേസാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൾവ് ആൻഡ് യെല്ലോ കോർണേഴ്സ് എല്ലാം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫിഷിൻ്റെ ഹെഡ് ഈ സൈഡിൽ ഹോൾഡ് ചെയ്തിട്ട് ഈ അൽഗോരിതം R U prime U prime R U prime R prime. അപ്പോൾ ഫുൾ സോൾവ്. അപ്പോൾ നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ തേർഡ് കേസിൻ്റെ പേര് ഡയഗണൽസ് എന്നാണ്. ഡയഗണൽസ് എന്ന് വിളിക്കാൻ കാരണം ഇതൊരു ഡയഗണൽ ലൈൻ നമുക്കിവിടെ കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡയഗണൽസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോർണേഴ്സ് എല്ലാം ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കോർണർ സോൾവ് ആവേണ്ട കോർണർ നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിക്കണം. ഇതുപോലെയല്ല, ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് ഈ അൽഗോരിതം ചെയ്യുക F prime സ്മോൾ ലെറ്റർ U R prime U prime സ്മോൾ ലെറ്റർ R prime F R. അപ്പോൾ ഫുൾ സോൾവ് ആയി. പിന്നെ സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് രണ്ട് ബ്ലോക്സാണ് ഇതിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടാണ് സ്മോൾ ലെറ്റർ F എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫോർ കേസിൻ്റെ പേര് ഹെഡ് ലൈറ്റ്സ് എന്നാണ്. അപ്പം ഹെഡ് ലൈറ്റ്സ് ഇത് സിംഗിൾ ഹെഡ് ലൈറ്റ്സ് ആണ്. പിന്നെ ഡബിൾ ഹെഡ് ലൈറ്റ്സ് ഉണ്ട്. ഇത് സിംഗിൾ ഹെഡ് ലൈറ്റ്സ് ആണ്. ഹെഡ് ലൈറ്റ്സ് എന്ന് വിളിക്കാൻ വേണം. കാറിൽ നമുക്ക് കാണാം ഹെഡ് ലൈറ്റ്സ് എല്ലാം നമ്മുടെ ഫേസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇതിൽ. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഇങ്ങനെ ഇരിക്കും അല്ലേ. സാധാരണ കാർസിൽ ശരിക്കും നമ്മൾ കാറിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ നമുക്ക് കാണുന്ന ഹെഡ് ലൈറ്റ്സ് ആണ്. പിന്നെ ലെഫ്റ്റും റൈറ്റ് സൈഡിലുമാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കാണുന്നത്. അപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ അൽഗോരിതം ചെയ്യുക R2 D R prime U2 R D prime R prime U2 again and R prime. Then it's all. അപ്പോൾ നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് കേസിൻ്റെ പേര് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ കഴിഞ്ഞ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെയാണ് ഇവിടെയും ഇരിക്കുന്നത്. കണ്ടില്ലേ, കാറിലുള്ള പോലെ തന്നെ. അപ്പം ഇത് ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻഡിക്കേറ്റർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് ഈ അൽഗോരിതം ചെയ്യുക സ്മോൾ ലെറ്റർ R U R prime U prime സ്മോൾ ലെറ്റർ R prime F R F. ഇപ്പോൾ അൽഗോരിതം കൊണ്ട് ഫുൾ സോൾവ് ആയി. അപ്പോൾ നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ സിക്സ് കേസിൻ്റെ പേര് കാർ കേസ് എന്നാണ്. കാരണം ഇതിലിവിടെ ഒരു ഹെഡ് ലൈറ്റ്സും ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. 2 ഇൻഡിക്കേറ്റേഴ്സും 2 ഹെഡ് ലൈറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതിനെ കാർ കേസ് എന്ന് വിളിക്കാം. അപ്പം ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് ഈ അൽഗോരിതം R U2 R prime 2 U prime R2 U prime R prime 2 and U prime 2 then R. അപ്പോൾ ഫുൾ സോൾവ് ആയി. അപ്പം നമുക്ക് നെക്സ്റ്റ് ഫൈനൽ കേസിലേക്ക് പോകാം. ഗായ്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻഡ് 7th കേസ്. ഇതിൻ്റെ പേര് ട്വിൻ ഹെഡ് ലൈറ്റ്സ് എന്നാണ്. നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് 2 ഹെഡ് ലൈറ്റ്സ് കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 2 ഹെഡ് ലൈറ്റ്സ് ആണ്. അതുകൊണ്ട് ഇതിനെ ട്വിൻ ഹെഡ് ലൈറ്റ്സ് എന്ന് വിളിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹെഡ് ലൈറ്റ്സ് എടുത്തിട്ട് ഈ അൽഗോരിതം R U2 R prime U prime R U R prime U prime R U prime R prime. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നത് നമ്മളെ ഈ അൽഗോരിതം പെർഫോം ചെയ്ത് നമ്മുടെ ക്യൂ ഫുൾ സോൾവ് ആയി. അങ്ങനെ ടൂല് കോയിലിൽ ഇവിടെ കഴിഞ്ഞു 7 അൽഗോരിതംസ് കോർണർ ഓറിയൻറ്റേഷന്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ഇത് സ്പീഡപ്പ് ആക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.